വയനാട്ടിലെ ദുരന്തഭൂമിയിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. കണ്ടെത്താനുള്ള 5 പേർക്കായി കടാവർ നായ്ക്കളെ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പരിശോധന. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള 7 പേരിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. അതേസമയം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അല്പസമയത്തിനകം ദുരന്തബാധിത മേഖലയിൽ എത്തും. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂരാണ് ചേരുന്നത്. അരുൺ, ഇന്ന് മുഖ്യമന്ത്രി ബ്രീഫിംഗിൽ പറഞ്ഞത് ഈ മണ്ണിടിച്ചിലിന് തൊട്ട് മുൻപായി അവിടെ ചെറിയ രീതിയിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ ഈ ദുരന്തഭൂമിയിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഈ 5 പേരെ കുറിച്ച് ഏതെങ്കിലും വിധത്തിലുള്ളൊരു സൂചനയുണ്ടോ? ദുരന്തഭൂമിയിൽ 5 പേരുടെ ജീവൻ അത് തിരിച്ചു കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ പോലും ഉറപ്പില്ല. അവിടെ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂരാണ് ചേരുന്നത്. അരുൺ, പറയൂ, എങ്ങനെയാണ് അവിടെ തെരച്ചിലൊക്കെ പുരോഗമിക്കുന്നത്? രക്ഷാപ്രവർത്തനത്തിന് വലിയ വിലങ്ങുതടി തീർക്കുന്നത് അതിശക്തമായി ഇടയ്ക്ക് പെയ്യുന്ന മഴയാണ്. എന്തായാലും 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായി മുഖ്യമന്ത്രി അടക്കം ജില്ലയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഏറ്റവും പ്രതിസന്ധിയായി നിൽക്കുന്നത് അതിശക്തമായുള്ള മഴയാണ്. കേന്ദ്രസേനയുടെ നേതൃത്വത്തിൽ NDRFന്റെ നേതൃത്വത്തിൽ 66 അംഗ സംഘമാണ് ഇവിടെ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. 4 സോണുകളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൽ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. അതോടൊപ്പം തന്നെ നാട്ടുകാരും അതോടൊപ്പം തന്നെ സന്നദ്ധ സേവകരടക്കമാണ് ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. 5 ആളുകളെ കൂടിയാണ് ഇനി കണ്ടെത്താനുള്ളത്. അതിനായുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 പേരുടെ മരണമാണ് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഏതായാലും പരിശോധന അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകളെ കണ്ടെത്താനുള്ള ഒരു നടപടികളിലേക്കൊക്കെ തന്നെ പോകുന്നു. പക്ഷേ ഇപ്പോഴും ഈ അതിശക്തമായി ഇടയ്ക്ക് പെയ്യുന്ന മഴ അത് രക്ഷാപ്രവർത്തനത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി പറയുന്നത്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് 7 പേരാണ്. അവരുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. ഇന്ന് പരിക്കേറ്റ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡിസ്ചാർജായി പോകുകയും ചെയ്ത് മറ്റുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമെന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് എത്തുന്നത്. എന്തായാലും ഈ അപകടത്തിന്റെ കാരണത്തെക്കുറിച്ചാണ് ഇനി ഏറ്റവും പ്രസക്തമായി അറിയേണ്ടത്. ഇപ്പോഴും അപകടത്തിന്റെ കാരണം എന്തെന്നതിനെ പറ്റി കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്താൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും വരുത്തി വെച്ച ഒരു ദുരന്തം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഇവർ പോകുന്നു. പക്ഷേ ആരാണ് ഈ ദുരന്തത്തിന് ഉത്തരവാദി എന്നുകൂടി സർക്കാർ സംവിധാനങ്ങൾ പറയുന്നില്ല. എന്തുകൊണ്ട് ഇവിടെ നിന്നുള്ള മണ്ണ് മാറ്റാനുള്ള ഒരു കൃത്യമായ സ്ഥലം കൊടുത്തില്ല എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടി പ്രസക്തമായി തന്നെ വരുന്നു. എന്തായാലും ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിനും ജില്ലാ ഭരണകൂടത്തിനും ഒരിക്കലും കൈകഴുകി മാറി നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഈ വരുന്ന മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിശദീകരണങ്ങൾ വ്യക്തത വരുത്തേണ്ടതൊക്കെ സർക്കാരിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. സർക്കാർ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് നോക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് വരികയാണ്.